പണിക്കരുടെ അഗ്നിപൂജ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. ആദിരാവിന്റെ അനാദി പ്രകൃതിയിൽ ആരംഭമിട്ടോര സംസ്കൃത ചിന്തയിൽ നീറി ഉറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിന്റെ ചെതുമ്പലിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണഗ്നി. സൂര്യചക്രത്തിൽ ഒതുങ്ങി നിൽക്കുമ വീരരസത്തെ പകർന്നു കൊടുക്കയാൽ തൻ കരൾ കൊത്തിപ്പറിക്കുവാനെത്തുന്ന വൻ കഴുകന്റെ ചിറകടിയേൽക്കിലും ഞെട്ടാതമ്യമായി തൽസിരാ ചക്രത്തിൽ അത്ഭുത വീര്യമായി നിന്നതാണ്. എന്നയലത്തെ പടിപ്പുര കാത്തിടും എണ്ണ വിളക്കിൻ തിരിയുടെ നാമ്പിലായി മഞ്ഞിൻ കുളിർമയും ഓർമ്മതൻ തുമ്പിലെ മന്ദസ്മിതവുമായി നിൽക്കും വെളിച്ചമേ, ആ വെളിച്ചത്തിന്റെ നേരിയ സൗഹൃദം മാധുരിയൂറി വരുന്നതും അഗ്നി. കണ്ണുനീർ ദീർഘനിശ്വാസമായി മാറ്റിയും കാളമേഘത്തെ കടലാക്കി മാറ്റിയും കല്ലും മലകളും കല്ലോലമാക്കിയും കാലപ്രവാഹ കളഗീതി പാടിയും ഉദ്രാസമസ വിദ്യുല്ലതിക പോൽ കത്തി നിൽക്കുന്ന മഹാശക്തിയാണു നീ. പഞ്ചേന്ദ്രിയങ്ങൾ അറുത്തു ഹോമിച്ചതാം വഞ്ചിതാജ്വാലകൻ ഗ്രീഷ്മാന്തരത്തിലും നന്മയും തിന്മയും സ്നേഹബോധങ്ങളും ഒന്നായി ഉറയുന്ന മഞ്ഞുകാലത്തിലും വൻ തപം ചെയ്ത മരത്വം ലഭിക്കുന്ന സഞ്ചിത പുണ്യ പരിഭാഗമഗ്നി. സഞ്ചിത പുണ്യ പരിഭാഗമഗ്നി. നന്ദി.